ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഞാൻ മെഷീൻ വാങ്ങിക്കാനായിട്ട് പോയതാണ്. ചാവക്കാട് തപ്പാന്ന് പറയുന്നൊരു ഷോപ്പാണത്. അവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. പവർ മെഷീൻ, സിംഗിൾ മെഷീൻ, അങ്ങനെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ഞാൻ ആദ്യം അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ ഒരു ഷോപ്പിലൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറൊരു ഷോപ്പിൽ കൂടി പോയി. അപ്പം രണ്ടാമത്തെ ഷോപ്പാണത്. അതൊരു ചെറിയ ഷോപ്പായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ആമസോണിൽ ഞാൻ മെഷീൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉഷയുടെ ജനോം മെഷീനാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മെഷീൻ തന്നെ ഞാൻ അവിടെ നിന്ന് സെലക്ട് ആക്കി. അപ്പോൾ എനിക്കത് യൂസ് ചെയ്യേണ്ട വിധവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. സ്റ്റിച്ച് ചെയ്ത് കാണിച്ചുകൊണ്ട് പലതരം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നല്ല മെഷീനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ 2 മെഷീൻസ് ഉണ്ട്. ഒന്ന് ഇക്കാടെ വീട്ടിലും ഒന്ന് എൻ്റെ വീട്ടിലും. അപ്പം ഞാൻ 2 സ്ഥലത്തും പോകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് 2 സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെഷീനാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ടേബിൾ ടോപ്പ് മെഷീൻ സെലക്ട് ആക്കിയത്. പിന്നെ പവർ മെഷീൻ ആണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അത് യൂസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ ഇത്രയും നാളും സിംഗിൾ മെഷീനിലാണ് ഇതുവരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് നല്ലൊരു മെഷീനാണ്. അൽഹംദുലില്ലാ, ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു മെഷീൻ വാങ്ങിക്കണം എന്നുള്ളത്. വാങ്ങിത്തരാൻ ആളില്ലാണ്ടല്ല കേട്ടോ, എനിക്ക് സ്വന്തമായിട്ട് വാങ്ങണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ്. ഇക്കയും വീട്ടുകാരൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കേണ്ടതാണ് ആക്ച്വലി. അൽഹംദുലില്ലാ ഇപ്പം അത് നടന്നു. പിന്നെ ഈ മെഷീൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെഷീൻ വാങ്ങിക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ ഒരു കശു കുടുക്കയിലിട്ട് വെക്കാറുണ്ടായിരുന്നു. അത് പല പല കാശ് കൊടുക്കാൻ മാറിപ്പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളത് എടുക്കും, പിന്നെ അടുത്ത വേറെ പുതിയത് വാങ്ങിക്കുമ്പോൾ അതിലിടും. അങ്ങനെ അങ്ങനെ ആയിട്ട് ഒരുപാട് വട്ടം ഞാൻ മാറ്റി മാറ്റി വാങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ പോലെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇൻഷാല്ലാ ഇങ്ങനെ മെഷീനൊക്കെ വാങ്ങിക്കാതിരിക്കുന്നവർ വാങ്ങിക്കാൻ എല്ലാവർക്കും ഉള്ള സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ഈ റംസാൻ സ്പെഷ്യലായിട്ട് ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വന്നപ്പം അതൊന്ന് അൺബോക്സ് ചെയ്തതാണ് കേട്ടോ. ഞാൻ വലിയ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ശരിക്കും ഇത് ചെയ്തത്. പക്ഷെ അൽഹംദുലില്ലാ അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നു. അപ്പം അതുകൊണ്ടൊക്കെയാണ് റംസാൻ ഫസ്റ്റിന് കൊടുക്കേണ്ടതിനെ കൊണ്ട് കുറച്ച് ലേറ്റ് ആയത് വീഡിയോ ഒക്കെ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തു കേൾക്കുന്നില്ല, വോയിസ് ഇല്ല, സ്വകാര്യം പറയണമെന്നൊക്കെ. മൈക്ക് യൂസ് ചെയ്യാനാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുത്തിട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ആമസോണിൽ ഞാൻ മെഷീൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ആമസോണിൽ കണ്ട റേറ്റ് 13,999 രൂപയാണ്. പക്ഷെ ഞാൻ ഷോപ്പിൽ ചെന്ന സമയത്ത് അവർ പറയുന്ന റേറ്റ് 16,500 രൂപയാണ്. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്ത് ഇത്രയും റേറ്റ്, ആമസോണിൽ ഇത്രയാണല്ലോ റേറ്റ്, പിന്നെ എന്താണ് ഇത്ര കൂടുതലും ചോദിച്ചപ്പം അവർ പറയണത് അത് ആമസോൺ ഞങ്ങൾക്ക് വലിയൊരു തലവേദനയാണ്. ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് 2 ഇയർ വാറൻറ്റി ഉണ്ട് നമ്മുടെ മെഷീന്. അതവർ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഈ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട്, നമ്മൾ എവിടെയാണെങ്കിലും അവിടെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തുതരും. ഉഷയുടെ കമ്പനിയിൽ നിന്ന് തന്നെ വന്നിട്ടാട്ടോ ചെയ്തുതരുന്നത്. ആമസോണിലാവുമ്പം ഇങ്ങനെ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. പിന്നെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂടെ കിട്ടുന്ന കിറ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കിറ്റ് കിട്ടണമെങ്കിൽ ആമസോണിൽ സെപ്പറേറ്റ് പൈസ വീണ്ടും നമ്മൾ പേ ചെയ്താൽ മാത്രമാണ് കിറ്റ് കൂടെ കിട്ടുള്ളൂ എന്ന്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഇനി വാങ്ങിക്കുന്നവരൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. നമ്മൾ ഒരു വട്ടമല്ലേ ഇതൊക്കെ വാങ്ങിക്കുള്ളൂ, അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വാങ്ങിക്കുക. പിന്നെ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ്.
ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോയിട്ടുള്ള ഒരവസ്ഥയാണ്. ഞാൻ ചെല്ലുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന സ്ഥലം. കുറച്ച് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇതിങ്ങനെയാണ് അയക്കണത്. എന്നാണ് എന്നെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി പറഞ്ഞു വിടാന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എൻ്റെ ബ്രദർ പറയും എൻ്റെ പെങ്ങള് വന്നിട്ടുള്ള ബിഫോർ ആഫ്റ്റർ എടുക്കണം എന്നുള്ളത്. വന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പം എല്ലാവരും വീട്ടിലിങ്ങനൊക്കെ തന്നെ ആയിരിക്കില്ല. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മിഷൻ വാങ്ങിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു.